കാശിയുടെ വണ്ടി മായയുടെ വീടിൻ്റെ മുറ്റത്ത് ബ്രേക്ക് ഇട്ട് നിന്നു. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ അകത്തേക്ക് ഓടിക്കയറിയപ്പോഴാണ് ഹാളിലെ സാധനങ്ങളെല്ലാം തല്ലി തകർത്തിട്ടിരിക്കുന്നത് കണ്ടത്. ഒരു വശത്ത് പേടിച്ചു വരച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മായ ഇരിപ്പുണ്ടായിരുന്നു. കാശിയെ കണ്ടതും അവൾ ഓടി വന്ന് അലറിക്കരഞ്ഞു. സാറേ, ഉണ്ണിയും കുറേ ഗുണ്ടകളും വന്നിട്ട് കമ്പനിയുടെ ഏതോ പ്രധാനപ്പെട്ട ഫയലുകൾ ചോദിച്ചു. അവർ ഇവിടെ മുഴുവനും അരിച്ചു പെറുക്കി സാർ. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ടും അവർ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. ഒടുവിൽ അവർ തിരഞ്ഞ സാധനം കിട്ടാതെ ആയപ്പോൾ എന്നെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചിട്ട് അവർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി സാർ. മായ പറഞ്ഞപ്പോഴാണ് കാശിക്ക് കാര്യം മനസ്സിലായത്. ഉണ്ണി തിരഞ്ഞു വന്ന ആ അതീവ രഹസ്യമായ ഫയലുകൾ തൻ്റെ കയ്യിലാണെന്നുള്ള സത്യം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ആ ഫയലുകൾക്ക് വേണ്ടി ഉണ്ണി തൻ്റെ ജീവനക്കാരിയെ അർദ്ധരാത്രിയിൽ കയറി ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോൾ കാശിയുടെ നെഞ്ചിൽ ദേഷ്യം കൊണ്ട് വിറച്ചു. കാശി തൻ്റെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഒപ്പമുള്ള അനുയായികളെ വിളിച്ച് കാര്യം അറിയിച്ചു. ഉണ്ണിക്ക് വേണ്ടിയുള്ള കെണികൾ ഒരുക്കി വെച്ചു. എന്നിട്ട് മായക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവളെ കൂടുതൽ സുരക്ഷിതമാക്കിയതിനു ശേഷമാണ് കാശി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ തന്നെ ദക്ഷ നേരത്തെ ഉണർന്നിരുന്നു. തലേ ദിവസത്തെ അസുഖത്തിൻ്റെ ക്ഷീണം പാറു അമ്മയെ വിട്ടു മാറിയിരുന്നില്ലാത്തതിനാൽ അവരെ ഒരു പണിക്കും വിടാതെ ദക്ഷ നിർബന്ധിച്ച് കട്ടിൽ തന്നെ കിടത്തി. അവൾ നേരെ അടുക്കളയിലേക്ക് കയറി എല്ലാവർക്കുമുള്ള രാവിലത്തെ ചായ തയ്യാറാക്കി. ഒരു കപ്പിൽ ആവി പറക്കുന്ന ചായയുമായി അവൾ ആദ്യം പാറു അമ്മയുടെ അരികിലെത്തി. ചായ വാങ്ങുമ്പോൾ പാറു അമ്മ ദക്ഷയെ ഒന്ന് പതുക്കെ നോക്കി പറഞ്ഞു, മോളെ, കാശി ഉണർന്നിട്ടുണ്ടാകും, അവനും കൂടി ഒരു കപ്പ് ചായ എടുത്ത് കൊണ്ടു കൊടുക്ക്. പാറു അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും ദക്ഷയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. എങ്കിലും വിറക്കുന്ന കൈകളോടെ ചായക്കപ്പും പിടിച്ച് ദക്ഷ പതുക്കെ മുകളിലെ അവൻ്റെ മുറിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. അവൾ റൂമിലേക്ക് കയറി മേശപ്പുറത്ത് ചായക്കപ്പ് വെച്ചതും കാശിയുടെ മുഖത്ത് കടുത്ത പുച്ഛവും രോക്ഷവും ഒരുപോലെ നിറഞ്ഞിരുന്നു. തലേ ദിവസം രാത്രി മായക്ക് നേരെ ഉണ്ണി കാണിച്ച ക്രൂരത അവനെ അത്രമാത്രം അസ്വസ്ഥനാക്കിയിരുന്നു. അവൻ ദക്ഷയെ നോക്കി തികഞ്ഞ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും പറഞ്ഞു, ഡീ, ഇന്നലെ നിന്റെ ഏട്ടൻ ചെയ്തു കൂട്ടിയത് വല്ലതും നീ അറിഞ്ഞോ? ഒരു പാവം പെൺകുട്ടിയോടാ അവൻ എന്നോടുള്ള പക തീർത്തിരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഏട്ടനെ അവസാനമായി ഒന്ന് വിളിച്ചു തരാം. ഇനി ഒരിക്കലും അവൻ്റെ ശബ്ദം ആരും കേൾക്കില്ല. ഒരു പെൺകുട്ടിയുടെ നേർക്കും ഇനി അവൻ്റെ കൈ പൊങ്ങില്ല. അവനുള്ള പണി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കാശിയുടെ ആ ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ കേട്ട് ദക്ഷയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തൻ്റെ ഏട്ടൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന സത്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ്റെ ആ പുച്ഛം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഇത്തവണ അവൾ ഒതുങ്ങി നിന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങിയെങ്കിലും കടുത്ത വേദനയോടെ അവൾ അവൻ നേരെ തിരിഞ്ഞു. നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്യുന്നതോ? എൻ്റെ വീട്ടുകാരോടുള്ള പകയല്ലേ നിങ്ങളിപ്പോൾ എന്നോട് തീർക്കുന്നത്? എനിക്കറിയണമല്ല. അവളുടെ ആ ചോദ്യം ആ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചു. തൻ്റെ കുടുംബത്തോടുള്ള പകയുടെ പേരിലാണ് കാശി തന്നെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്ന സത്യം അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ദക്ഷയുടെ ചോദ്യം കേട്ടതും കാശിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ഓ, നിർത്തടി! അവൻ അലറിക്കൊണ്ട് അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. നിനക്ക് എല്ലാം അറിയണമല്ലേ? എല്ലാം ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദക്ഷയുടെ കൈകളിൽ ബലമായി പിടിച്ചു. അവൻ അവളെയും വലിച്ചുകൊണ്ട് വേഗത്തിൽ താഴേക്ക് നടന്നു. കാശിയുടെ ആ പിടുത്തത്തിൽ നിന്നും മാറാൻ ദക്ഷ പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ്റെ ആ കനത്ത ശക്തിക്ക് മുന്നിൽ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അവൾ വേദനയോടെയും ഭയത്തോടെയും കരഞ്ഞു വിളിച്ചെങ്കിലും കാശി അതൊന്നും കേട്ടതേയില്ല. ആ വലിയ വീട്ടിൽ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു വിജനമായ മൂലയിലേക്കാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ മാറാലയും പൊടിയും പിടിച്ച് ഒരു പഴയ മുറി ഉണ്ടായിരുന്നു. ഈ വലിയ ബംഗ്ലാവ് പുതുക്കി പണിതപ്പോഴും ആ ഒരു മുറി മാത്രം മാറ്റങ്ങളൊന്നും വരുത്താതെ പഴയതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. കാശി ആ മുറിയുടെ വാതിൽ ബലമായി തുറന്ന് ദക്ഷയെ അകത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ആ മുറിയിലേക്ക് വിരൽ ചൂണ്ടി അവൻ ഉറച്ച ശബ്ദത്തിൽ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ മുറിയിലാണ് പണ്ട് കാശി അനാഥനായി നിന്നത്. നിന്റെ തന്ത കാരണം. എൻ്റെ അച്ഛനോടും അമ്മയോടും നിന്റെ തന്ത കാണിച്ച ക്രൂരത കാരണം അവർക്ക് അവരുടെ ജീവൻ കളയേണ്ടി വന്നത് ഈ മുറിയിലാണ്. ഈ ഉത്തരത്തിന് മുകളിലാണ് അവർ കെട്ടിത്തൂങ്ങി മരിച്ചത്. ദാ, ഈ കണ്ണുകളാണ് അതിൻ്റെ സാക്ഷികളായത്. അത് പറഞ്ഞു തീർത്തപ്പോൾ കാശിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. കാശിയുടെ ആ വാക്കുകൾ അഗ്നി പോലെയാണ് ദക്ഷയുടെ കാതുകളിൽ വന്ന് പതിച്ചത്. അവളുടെ ദേഹം ചുട്ടുപൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ നിറഞ്ഞ മിഴികളോടെ പഴയ ഉത്തരത്തിലേക്കും പിന്നീട് കാശിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. തൻ്റെ അച്ഛൻ കാരണമാണ്
കാശിയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതെന്ന ആ ക്രൂരമായ സത്യം ദക്ഷയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാശി നിർത്തിയില്ല. അവൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ടും വേദന കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. അവൻ ദക്ഷയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പിന്നെയും തുടർന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ വിശ്വസ്തത നടിച്ച് ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും തന്ത്രപൂർവ്വം എഴുതി വാങ്ങിച്ചില്ലേ നിൻ്റെ അച്ഛൻ? അതും പോരാഞ്ഞിട്ട് എൻ്റെ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് കൂടെ അവരെ പിച്ച് ചീന്താൻ നിൻ്റെ അച്ഛൻ മറ്റുള്ളവരിലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ? എൻ്റെ അമ്മയുടെ മാനത്തിൻ്റെ വിലയല്ലേ നിൻ്റെ അച്ഛൻ അന്ന് കണക്ക് പറഞ്ഞു വാങ്ങിച്ചത്? ഓരോ വാക്കും പറയുമ്പോഴും കാശിയുടെ കണ്ണുകൾ ദേഷ്യം മാത്രമല്ല കനത്ത സങ്കടവും ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അവൻ ദക്ഷയുടെ തോളിൽ കുലുക്കിക്കൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു, ഇനി നീ പറ ദക്ഷ, ഞാൻ നിൻ്റെ അച്ഛനോട് ക്ഷമിക്കണോ? ഇല്ല ദക്ഷ, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എൻ്റെ അമ്മയോട് നിന്റെ തന്ത കാണിച്ച ആ ക്രൂരതയ്ക്ക് അതിനുള്ള ശിക്ഷ ഞാൻ നൽകിയിട്ടേ അടങ്ങൂ. കാശിയുടെ ആ വാക്കുകൾ ഓരോന്നും ദക്ഷയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് പോലെയായിരുന്നു. തൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു ചതിയനും ക്രൂരനുമായിരുന്നു എന്ന സത്യം ദക്ഷയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഭിത്തിയിലേക്ക് ചാരി ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ തകർന്നു പോയിരുന്നു. ആ പഴയ മുറിയുടെ തറയിലേക്ക് ഇരുന്നു പോയി. കാശിയുടെ കണ്ണുകളിലെ അടങ്ങാത്ത പക ദക്ഷയെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു.